റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷം കഴിഞ്ഞപ്പോൾ പോലും അമേരിക്കയായിരുന്നു ഏറ്റവും കൂടുതൽ സഹായവും ആയുധങ്ങളൊക്കെ കൊടുത്തിരുന്നത് കേട്ടോ. പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ വരവോട് കൂടി അതാകെ തകിടം മറിച്ച് അദ്ദേഹം പൂർവാധിക ശക്തി, അതായത് അദ്ദേഹം കൊടുത്ത സഹായങ്ങളെല്ലാം, അമേരിക്ക കൊടുത്ത സഹായങ്ങളെല്ലാം തിരിച്ചു വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ട് ഓരോ നയങ്ങളും. അതുപോലെ തന്നെ ഇപ്പം അടുത്ത ദിവസങ്ങളിലായിട്ട് സെലൻസ്കിയും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഒരു വാക്ക് തർക്കം പോലെ തന്നെ സോഷ്യൽ മീഡിയ ഇന്ന് മൊത്തം ഇപ്പോൾ ഈ ഒരു ദിവസമായിട്ട് ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന സംഭവമാണ് വാക്ക് തർക്കമായിട്ട് വന്നത്. അതായത് ഒരു കാരണവശാലും സെലൻസ്കിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളോട് തീരെ യോജിക്കാത്ത രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഓരോ തീരുമാനങ്ങൾ കേട്ടോ. അതുകൊണ്ട് തന്നെ വെച്ചിട്ടാണെങ്കിൽ ലോക രാജ്യങ്ങൾ, പ്രത്യേകിച്ച് നാറ്റോ സഖ്യത്തിൽ തന്നെ അംഗത്വം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണം. അതായത് ആ ഒരു യുദ്ധം അവസാനിക്കണമെന്നുണ്ടെങ്കിൽ, റഷ്യയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു യുദ്ധം അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് നാറ്റോ സഖ്യം, അതായത് യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം കൊടുക്കാൻ പാടില്ല എന്നുള്ള നിലപാടിൽ മാത്രമാണ് ആര് നിൽക്കുന്നത്, റഷ്യ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്ര കാലം ഇനി ഈ ഒരു സെലൻസ്കി ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയും അതുപോലെ തന്നെ ആ ഒരു തീരുമാനത്തോട് ഒന്നും പ്രതികരിക്കാതെ, മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നും പ്രതികരിക്കാതെ തന്നെ സെലൻസ്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ പൂർണ്ണ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയായിരുന്നു അദ്ദേഹത്തിന് വൈറ്റ് ഹൗസിലേക്ക് ഒരു വരവും അതുപോലെ തന്നെ ആ ഒരു മീറ്റപ്പൊക്കെ ഉണ്ടായിരുന്നത്, ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ഒരു മീറ്റപ്പും കാര്യങ്ങളും. പക്ഷേ അദ്ദേഹത്തിന് ആവശ്യമായ ഒരു പ്രതികരണമോ കാര്യങ്ങളോ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടും കാര്യങ്ങളൊന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നാടായ യുക്രൈനിലേക്ക് മടങ്ങിയത് തന്നെ. അപ്പോൾ ഇത് അമേരിക്കയെ സംബന്ധിച്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്ളാഡിമിർ പുടിൻ എന്ന് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ വ്ളാഡിമിർ പുടിനെ പരിഹസിച്ചിട്ടും അതുപോലെ തന്നെ യുക്രൈനെ സപ്പോർട്ട് ചെയ്തിട്ടുമായിരുന്നുള്ള ഒരു സംഭവ വികാസങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നെങ്കിൽ പോലും, പക്ഷേ പിന്നീട് വ്ളാഡിമിർ പുടിനും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായിരിക്കുകയാണെന്ന് പറയാം. ഇപ്പം അടുത്ത് തന്നെ ഇപ്പം പറഞ്ഞത് അമേരിക്കയിലേക്കാണ് ആദ്യ സന്ദർശനം, അമേരിക്കൻ പ്രസിഡന്റ് സൗദിയിലേക്കാണ് ആദ്യ സന്ദർശനം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ ആ ഒരു നയങ്ങളൊക്കെ മാറ്റം വരുമോ എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്കൊക്കെയാണ് വരുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വ്ളാഡിമിർ പുടിനെ കാണാൻ വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയിലേക്ക് പോകുന്നു എന്നുള്ള പുതിയൊരു വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം ഇതിൻ്റെ ഒരു യുദ്ധം പശ്ചിമേഷ്യയിൽ മൊത്തം പടർന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധം ഇനി എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. പക്ഷേ വളരെ ആ ഒരു യുക്രൈൻ പ്രസിഡന്റിൻ്റെ പല തീരുമാനങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുഖവരിക്ക് എടുത്തില്ല എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും നല്ലൊരു വരും ദിവസങ്ങളിൽ എന്തായാലും ഡൊണാൾഡ് ട്രംപിന് റഷ്യക്കൊപ്പമാണോ അതല്ല യുക്രൈൻ അതുപോലെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾക്കൊപ്പമാണോ എന്നൊക്കെ ഉള്ളൊരു തീരുമാനം എടുക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് ഓരോ നിമിഷവും ഓരോ തീരുമാനങ്ങളാണ്. കാരണം ഏത് നിമിഷത്ത് എന്ത് എടുക്കണം, ഏത് തീരുമാനം എടുക്കണമെന്ന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ കാര്യം കുറച്ച് കഴിഞ്ഞാൽ മാറ്റി പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് വരെ അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ ലോകരാജ്യങ്ങൾ അദ്ദേഹത്തിന് ഉറ്റുനോക്കാനുള്ള മെയിൻ പ്രധാന കാരണം തന്നെ അതാണ്. കാരണം ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ സംഭവം പറഞ്ഞിട്ടില്ല. കാരണം വ്ളാഡിമിർ പുടിൻ അല്ല, നമ്മളെ സെലൻസ്കിയെ നിങ്ങൾ അത് ധിക്കാരിയാണ് എന്നൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വന്നിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇപ്പോൾ അത് ആ ഒരു വൈറ്റ് ഹൗസിൽ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞ മാധ്യമപ്രവർത്തകരായ ഒരു വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഏകാധിപതിയായ ഒരു ആളാണ് സെലൻസ്കി, ആര് പറഞ്ഞാലും കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തി പെട്ടെന്നൊരു നിമിഷം അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നത് അത് ശരിയാണോ, നിങ്ങൾ തന്നെയാണ് രണ്ടും പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ഡൊണാൾഡ് ട്രംപ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് ഇപ്പോൾ അവസാനത്തായിട്ട് വന്നിട്ടുള്ള അപ്ഡേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സെലൻസ്കിയും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും അടിച്ചു പിരിഞ്ഞു എന്നാണ് വാർത്താ മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഫുൾ ചുരുളയക്കുന്നത് വെച്ചിട്ടാണെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇനി യുക്രൈന് ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ യുക്രൈന് സഹായങ്ങളുമായിട്ട് ബാക്കി യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം മുന്നോട്ട് വന്നിട്ടുണ്ട്. അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ യുക്രൈനെ സഹായിക്കും എന്നുള്ള തീരുമാനത്തോടാണ് ഇപ്പോൾ
ബാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ വന്ന് കണ്ടിരുന്ന് കാണാം. ഇനി എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല. തീർച്ചയായും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി, നമസ്കാരം.